PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് 122ാമത് ദിവസമാണ്. നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമ്മൾ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എക്സാം ഡേ ആണ്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമല്ലോ അല്ലേ? എല്ലാ പോർഷൻസും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആകെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പരീക്ഷയിലോട്ട് പോകാം. സമയം ഒട്ടും കളയാനില്ല. അപ്പോൾ വേഗം തന്നെ എഴുതാനായിട്ട് റെഡി ആയിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാൻ പോവാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ നൽകിയിരിക്കുന്നതിൽ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഓപ്ഷൻ സി, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻ ഡി, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഉത്തരം അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി, ഓപ്ഷൻ ബി സി ആൻഡ് ഡി, ഓപ്ഷൻ സി ബി ആൻഡ് ഡി, ഓപ്ഷൻ ഡി എ ബി സി ആൻഡ് ഡി. ഓക്കെ, വേഗം എഴുതാം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്നതിൽ നിസ്സഹകരണ സമരത്തിന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അയിത്തോച്ചാടനം. ഓപ്ഷൻ ബി, നികുതി നിഷേധം. ഓപ്ഷൻ സി, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ. ഓപ്ഷൻ ഡി, കോടതി ബഹിഷ്കരണം. എഴുതിയില്ലേ? അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഓപ്ഷൻ സി, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. അടുത്തത്, ഫൈൻഡ് ദി സിനോണിം ഓഫ് ദി വേർഡ് ക്യുവർ. ക്യുവർ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സ്ട്രേഞ്ച്. ഓപ്ഷൻ ബി, ഷിവർ. ഓപ്ഷൻ സി, ഫെറ്റർ. ഓപ്ഷൻ ഡി, കവർ. അടുത്തത്, വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് നോവിസ്? നോവിസിന്റെ ഓപ്പോസിറ്റ് മീനിങ്. ഓപ്ഷൻ എ, പൊവേർട്ടി. ഓപ്ഷൻ ബി, മിസർലി. ഓപ്ഷൻ സി, വെറ്ററൻ. ഓപ്ഷൻ ഡി, റിലാക്സ്ഡ്. അടുത്തത്, 2022 വർഷം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ പെടാത്തത് ആരാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വിജയേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി, വീരേന്ദ്ര ഹെഗ്ഡെ. ഓപ്ഷൻ സി, AR റഹ്മാൻ. ഓപ്ഷൻ ഡി, ഇളയരാജ. പെട്ടെന്ന് എഴുതാം കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 1869 ഒക്ടോബർ 2 ഗുജറാത്തിൽ ജനനം. 2, 1916 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിൽ ആശ്രമം സ്ഥാപിച്ചു. 3, 1930 മാർച്ച് 12 ദണ്ഡിയാത്ര ആരംഭിച്ചു. 4, 1932 മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 1, 4. ഓപ്ഷൻ ബി 2, 4. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി 2, 3, 4. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, 2022 ഓഗസ്റ്റ് മാസം അന്തരിച്ച ഏത് പ്രശസ്ത എഴുത്തുകാരന്റെ നോവലാണ് കൊച്ചരേത്തി? കൊച്ചരേത്തി എന്നത് ആരുടെ നോവലാണ്? ഓപ്ഷൻ എ, നാരായൺ. ഓപ്ഷൻ ബി, വിമല മേനോൻ. ഓപ്ഷൻ സി, S രമേശൻ. ഓപ്ഷൻ ഡി, KK ജോർജ്. അടുത്തത്, ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ, ഗോവ. ഓപ്ഷൻ ബി, ബീഹാർ. ഓപ്ഷൻ സി, മേഘാലയ. ഓപ്ഷൻ ഡി, മിസോറാം. നെക്സ്റ്റ്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ്, ഗവേഷണ കേന്ദ്രം എന്നിവ സ്ഥാപിതമായ സ്ഥലം. ഓപ്ഷൻ എ, തോന്നയ്ക്കൽ തിരുവനന്തപുരം. ഓപ്ഷൻ ബി, നിരണം പത്തനംതിട്ട. ഓപ്ഷൻ സി, തിരൂർ മലപ്പുറം. ഓപ്ഷൻ ഡി, ഇരിങ്ങാലക്കുട തൃശൂർ. നെക്സ്റ്റ്,
Which is the act which provides legal framework for e-governance in India? Which is the act which provides legal framework for e-governance in India? Option A, Cyber Law Act 2000. Option B, IT Act 2000. Option C, Indian Independence Act. Option D, Charter Act of IT. അടുത്തത് ചൂസ് ദ ഫ്രേസൽ വെർബ് വിച്ച് മീൻസ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന അർത്ഥമുള്ള ഫ്രേസൽ വെർബ്. ഓപ്ഷൻ എ, കോൾ ഫോർ. ഓപ്ഷൻ ബി, കോൾ ഓഫ്. ഓപ്ഷൻ സി, കോൾ അറ്റ്. ഓപ്ഷൻ ഡി, കോൾ അപ്പ്. കാഞ്ഞിരമറ്റം കൊടികുത്ത് നടക്കുന്ന ജില്ല. ഓപ്ഷൻ എ, തൃശൂർ. ഓപ്ഷൻ ബി, എറണാകുളം. ഓപ്ഷൻ സി, ആലപ്പുഴ. ഓപ്ഷൻ ഡി, പാലക്കാട്. ഇന്ത്യയിൽ വനം നിയമം പാസാക്കിയ വർഷം. വന നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1972. ഓപ്ഷൻ ബി 1973. ഓപ്ഷൻ സി 1927. ഓപ്ഷൻ ഡി 1980. അടുത്തത് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ദേശീയ ഉദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, കാസരിംഗ. ഓപ്ഷൻ ബി, തഡോബ. ഓപ്ഷൻ സി, മനാസ്. ഓപ്ഷൻ ഡി, നന്ദൻ കാനൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്ത് കാണുമല്ലോ. ഞാൻ ആൻസർ പറയാൻ വേണ്ടി പോവാണ്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ, ബി, സി ആൻഡ് ഡി കേട്ടോ. ഈ നാലും, അതായത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതെല്ലാം റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തത്, താഴെ നൽകിയിരിക്കുന്നതിൽ നിസ്സഹകരണ സമരത്തിന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നിസ്സഹകരണ സമരത്തിന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അയിത്തോച്ചാടനമാണ് കേട്ടോ. അയിത്തോച്ചാടനമാണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം എന്നതാണ് കേട്ടോ. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തത്, ഫൈൻഡ് ദ സിനോണിം ഓഫ് ദി വേർഡ് ക്യൂവർ. ക്യൂവർ നമ്മൾ കോഡ് വെച്ച് പഠിച്ചതായിരുന്നു. ക്യൂവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാറിന്റെ മുമ്പിലൊക്കെ ക്യൂ നിൽക്കുമ്പോൾ മദ്യം കിട്ടാതെ വരുമ്പോൾ ആളുകൾ ഷിവർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ്, ഷിവർ ആണ്. ക്യൂവറിന്റെ സിനോണിം എന്താണ്? ഷിവർ എന്നുള്ളതാണ്. അടുത്തത്, വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് നോവിസ്. നോവിസിന്റെ ഓപ്പോസിറ്റ് ആന്റോണിം എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണല്ലോ അല്ലേ? വെട്ടേറ്റ് കഴിഞ്ഞാൽ നോവും എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചു. വെറ്റിറൻ ആണ് നോവിസിന്റെ ഓപ്പോസിറ്റ്. എന്താണ്? വെറ്റിറൻ. അടുത്തത്, 2022 വർഷം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ പെടാത്തത് ആര്? 2022 വർഷം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടാത്ത ആൾ ആരാണ്? AR റഹ്മാൻ ആണ് കേട്ടോ. ഉത്തരം ഓപ്ഷൻ സി ആണ്. AR റഹ്മാൻ ആണ് ഉൾപ്പെടാത്തത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിൽ ജനനം. 1916 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിൽ ആശ്രമം സ്ഥാപിച്ചു. 1930 മാർച്ച് 12 ദണ്ഡി യാത്ര ആരംഭിച്ചു. ഇതെല്ലാം ശരിയാണ്. 4ാമത്തെ പ്രസ്താവന എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? 1932 3ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്. 1931 ഓക്കെ, 1931 3ാമല്ല 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. ഓക്കെ, 1ാമത്തെ 1931 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റിപ്പോയത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 2022 ഓഗസ്റ്റ് മാസം അന്തരിച്ച ഏത് പ്രശസ്ത എഴുത്തുകാരൻ്റെ നോവലാണ് കൊച്ചരേത്തി? കൊച്ചരേത്തി എന്ന് പറയുന്നത് ആരുടെ നോവലാണ്? നാരായണന്റെ നോവലാണ് കൊച്ചരേത്തി.
ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇത് നമ്മൾ ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങൾ കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഞാൻ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചതാണ്. ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ. നമ്മളിങ്ങനെ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബീഹാർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കാറുമായിട്ട് കണക്ഷൻ കൊടുക്കാം അല്ലേ. ഗൗതമൻ്റെ രഥം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു കാറാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഗവേഷണ കേന്ദ്രം എന്നിവ സ്ഥാപിതമായത് എവിടെയാണ്? തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അതുപോലെ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. അടുത്തത്, വിച്ച് ഈസ് ദ ആക്ട് വിച്ച് പ്രൊവൈഡ്സ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ e-governance in India? Which is the act which provides legal framework for e-governance in India? ഉത്തരം ഓപ്ഷൻ ബി ആണ്. IT ആക്ട് 2000 ആണ് കേട്ടോ. IT ആക്ട് 2000. അടുത്തത്, ചൂസ് ദി ഫ്രേസൽ വേർബ് വിച്ച് മീൻസ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ്? ഇത് നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. കോൾ ഫോർ അല്ലേ. കോൾ ഫോർ യു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൾ ഫോർ, ഡിമാൻഡ് എന്നുള്ളതാണ്. അടുത്തത്, കാഞ്ഞിരമറ്റം കൊടികുത്ത് നടക്കുന്ന ജില്ല. കാഞ്ഞിരമറ്റം കൊടികുത്ത് നടക്കുന്നത് ഓപ്ഷൻ ബി ആണ്, എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ല. അടുത്തത്, ഇന്ത്യയിൽ വന നിയമം പാസാക്കിയ വർഷം. വന നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ സി ആണ്, 1927 വന നിയമം പാസാക്കുന്നത്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, തഡോബ ദേശീയോദ്യാനമാണ്. തഡോബ ദേശീയോദ്യാനം. അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്ത് കാണും. കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ നമുക്ക് സമയമുള്ളതിനനുസരിച്ച് മാക്സിമം സ്പീഡിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് കഴിഞ്ഞ് നമുക്ക് 1-2 ദിവസമെങ്കിലും റിവിഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ സ്പീഡിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചെത്താനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് റിവിഷൻ ഡേ വരുന്ന സമയത്ത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന സമയം നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.